എറണാകുളത്തെ എടത്തല ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ഈ വാർഡിൽ നിന്നാണ്. 21 വയസ്സുകാരൻ റാഫി വെള്ളാഞ്ഞിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതും UDF സ്ഥാനാർത്ഥിയാണ്. UDF സ്ഥാനാർത്ഥിക്ക് 21 വയസ്സ് മാത്രമേ ഉള്ളൂ. KSU പ്രവർത്തകനാണ്. ആ KSU പ്രവർത്തകനായ റാഫി ആണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. KSUക്കാരനായ റാഫിക്ക് കോൺഗ്രസ് മത്സരിക്കാൻ അവസരം നൽകിയതിന്റെ ത്രില്ലിലാണ് റാഫിയുടെ സഹപാഠികൾ. ഒരു പറ്റം യുവാക്കൾ മുഴുവൻ സമയവും റാഫിയോടൊപ്പം പ്രചരണ രംഗത്തുണ്ട്. നമുക്ക് പാർട്ടി ഇത്ര വലിയൊരു അംഗീകാരം തന്നതിൽ എന്തുകൊണ്ടും സന്തോഷമുണ്ട്. പാർട്ടി നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു ഇതാണ്. അത് നമ്മളെന്തായാലും അത് തുടരും, എന്തായാലും ജയിക്കും എന്നാണ് പ്രതീക്ഷ. 13ാം വാർഡിൽ യുവാക്കളുടെയും സ്ത്രീകളുടെയും എല്ലാം പിന്തുണ റാഫിക്കുണ്ട്. വാർഡിൽ ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെന്നും നിലവിൽ വികസനമൊരിടിപ്പാണുള്ളതെന്നും റാഫി പറഞ്ഞു. എളുപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ UDF മുൻഗണനയുള്ളൊരു വാർഡാണ്. പിന്നെ ഇത്തവണ എന്തായാലും അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഇപ്പം 1ാം ബൂത്തായാലും 2ാം ബൂത്തായാലും നമ്മുടെ എല്ലാവരും കൂടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ട്. ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ കൈപ്പത്തിക്ക് ശക്തി പകരാൻ എടത്തല ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ റാഫിയെ പോലുള്ള പുതുതലമുറയെ വിജയിപ്പിക്കുമെന്ന് ഉറപ്പാണ്. വാർഡിൽ വിജയിച്ച് മെമ്പറായാൽ റാഫിയുടെ പ്രഥമ പരിഗണന വാർഡിലുള്ള മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്നതാണ്. അവിടെ ഈ ഒന്നരാട വെള്ളം കിട്ടുന്നുള്ളൂ എന്നുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട്. അവിടെ നമുക്കറിയാലോ, വെള്ളം കിട്ടിയെങ്കിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കണമെന്നാണ് ആഗ്രഹം, ശരിയാക്കണമെന്നാണ്. റാഫി വെള്ളാഞ്ഞി വലിയ വിജയപ്രതീക്ഷയിലാണ്. ഈ വാർഡ് LDFന്റെ കയ്യിലാണ് ഇപ്പോൾ. അത് തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ക്യാമറാമാൻ ജോജി ജോസഫിനൊപ്പം ജ്യോതിഷ് ജനാർദ്ദനൻ, ജയ് ഹിന്ദ് ന്യൂസ്, കൊച്ചി.